എന്നാണ് നമ്മളെ മോളെ ഓരിങ്ങോട്ട് പറഞ്ഞയക്കല്? എത്ര കാലായി ഓളിങ്ങോട്ട് വന്നിട്ട്? ഈ ഒരു പെരുന്നാളായിട്ട് പോലും ഓളങ്ങോട്ട് പറഞ്ഞയച്ചില്ലല്ലോ ഓര്. ഭയങ്കര കഷ്ടാണ് ഇതൊക്കെ ഈ കാട്ടല് ഓരത്. അതാ പറയണേ, പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാലേ അവരിലേ പിന്നെ ഞമ്മക്ക് ഒരു അവകാശം ഇല്ലാന്ന്. ഓനാന്നുണ്ടെങ്കിലോ ഒരു കിറുക്കനാണ്. അതാണ് ആ പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞയക്കാത്തത്. ഓളെ അമ്മായിമ്മ എന്നിട്ട് അതിനെക്കാട്ടിയും കയറ്റാണ്. ഓ, നമ്മളൊന്നും അങ്ങോട്ട് ചെന്ന് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ആ തള്ള ഇങ്ങനെ കുറുകുറുകുറുന്നനെ പറഞ്ഞാണ്ടോണം ഓരോന്ന്. ഇനി നമ്മളെ കുട്ടിക്ക് സുഖം ഉണ്ടാവില്ല, വെറുതെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞാണ്ട് നിൽക്കും. എവിടെ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു വിധി. എന്റെ കുട്ടിക്ക് മാത്രം ഉണ്ടാവുള്ളൂ. എന്നാ ഓൾക്ക് അത്രക്കും ചൂടില്ല അങ്ങോട്ട് വരണം എന്നുള്ളത്. ഒന്നും ഇങ്ങോട്ട് വാശി പിടിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ രണ്ടാളൊന്നും വന്ന് കണ്ടു പോയിക്കൂടെ? നമുക്ക് 10 ഒന്നും ഇല്ലല്ലോ, ആകെ ഒന്നല്ലേ ഉള്ളൂ. ഓൾക്കാന്നുണ്ടെങ്കിൽ അത്രക്കുള്ളേന്. ഇവിടുത്തെ അയൽവക്കക്കാരോടൊക്കെ പറഞ്ഞ് ഞാൻ മടുത്ത്. എന്നും ചോദിക്കും, എന്താ എന്റെ മകള് വരാത്ത, എന്താ എന്റെ മകള് വരാത്ത എന്നുള്ളത്. എനിക്ക് പറയാൻ പറ്റുമോ ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്? പിന്നെ അത് മതിയാവും നാട്ടുകാർക്ക് പൊട്ടിച്ചെറിക്കാൻ. നിങ്ങള് ഫോണാണോ ബെല്ലടിക്കണത്? അല്ല, ഇന്റേതാണ്. ഞാൻ പോയോ കേട്ടോ ആരാന്നുള്ളത്. ആ, ഇപ്പൊ പറഞ്ഞ് തൊള്ളേക്ക് നാക്കിട്ടിട്ടുള്ളൂ. ഹലോ മോളെ, ഇമ്മിപ്പിയും കൂടി ഇപ്പൊ എന്റെ കൂട്ടം പറഞ്ഞങ്ങോട്ട് തൊള്ളേക്കൊണ്ട് നാക്കിട്ടിട്ടുള്ളൂ. അപ്പോഴാണ് എന്റെ ഈ ഫോണിൽ കാണാൻ പൂതിയായി എന്നുള്ളതേ ഇപ്പൊ പറഞ്ഞെടുത്തിട്ടുള്ളൂ. തന്നെ ഓന് സമ്മതിച്ചാ? എപ്പത്തൊക്കെ വരിക? ഉച്ചക്കൊക്കെ ആകുമ്പോത്തിന് എത്തുവോ? ആ, എന്നാ വേഗം വരാൻ നോക്ക്. ഞാനേ ഈ കാര്യം ഇപ്പാനോട് ഇപ്പൊ തന്നെ പറയട്ടെ. മുപ്പയാൾക്ക് നല്ല സന്തോഷാവും. എന്റെ കൂട്ടം ഇന്ന് രാവിലെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങള് ഈ ഒരു പെരുന്നാളായിട്ടും കൂടി എന്നെ പറഞ്ഞയച്ചില്ലല്ലോ എന്നുള്ളത്. എന്നാ ഉമ്മ വെക്കാട്ടാ, ഇങ്ങോട്ട് വേഗം വരാൻ നോക്ക്.